ഇവിടെ നമ്മൾ തൊട്ട് നേരത്തെ ഇരുന്ന ചർച്ചയിൽ ഞാൻ താങ്കളോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾ പറയുന്നുണ്ടായിരുന്നു അത് എന്താണ് മുഖപ്രസംഗത്തിൻ്റെ നിലപാടല്ല സമസ്തയ്ക്കെന്ന് പറയുന്നത്. ഞാനപ്പോൾ അത്ഭുതം കൂറി. കാര്യം അങ്ങനെ സംഘടനയ്ക്ക് മുഖപ്രസംഗത്തിനും വ്യത്യസ്ത നിലപാട് വരാൻ കഴിയുമോ എന്ന്. അത് ശരിയായിരുന്നു. അത് സമസ്ത നിലപാട് വ്യക്തമാക്കി, ലീഗ് നിലപാട് വ്യക്തമാക്കി, എല്ലാ പാർട്ടികളും നിലപാട് വ്യക്തമാക്കി. ഇവിടെ നിലപാട് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് ആണ്. ഇപ്പോഴും അവിടെ കിടന്ന് കൺഫ്യൂഷനാണ്. ഇവിടെ ഇന്ന് നടന്ന യോഗത്തിൽ VM സുധീരൻ ഒന്ന് പറയുന്നു, സുധാകരൻ വേറൊന്ന് പറയുന്നു, സുധീരൻ പറയുന്നു എന്താണ് മൃദുഹിന്ദുത്വം കൊണ്ട് BJPയുടെ ഹിന്ദുത്വത്തെ ചേർക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ എന്താണോ കോൺഗ്രസിനെതിരെ LDF ആരോപിക്കുന്നത് ആ ആരോപണങ്ങൾ തന്നെ സുധീരൻ ഇവിടെ യോഗത്തിനകത്ത് പറയുന്നു. ഇങ്ങനെ ഈ ആശയക്കുഴപ്പത്തിൻ്റെ പരകോടിയിൽ ഈ വിഷയത്തിൽ കോൺഗ്രസിന് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ശ്രീകുമാർ. ഹഷ്മി, കോൺഗ്രസ് എടുക്കുന്ന നിലപാട് വളരെ യുക്തിപൂർവമാണെന്നുള്ള ചിന്തയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ കോൺഗ്രസ് പോകണമോ പോകണ്ടയോ എന്നൊരു നിലപാടെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നവർ, ന്യൂനപക്ഷ വിരുദ്ധമാണോ കോൺഗ്രസ്, മൃദു ഹിന്ദുത്വമാണോ കോൺഗ്രസ് എന്നൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ മറുപടി വന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം ഇന്നലെ മുസ്ലിം ലീഗ് പറഞ്ഞു, ഇന്ന് സമസ്തയുടെ ജിഫ്രി മുത്തിക്കോയ തങ്ങൾ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? ഒരൊറ്റ വരിയേ ഉള്ളൂ: സമുദായത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, തീവ്ര വികാരം ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങളുടെ തീവ്ര വികാരമൊന്നും ഇവിടെ ഇല്ല, സമുദായത്തിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞ് കോൺഗ്രസിനെ ആരും വെട്ടിലാക്കാൻ ശ്രമിക്കണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ ജിഫ്രി മുത്തിക്കോയ തങ്ങൾ പറയേണ്ടതായിരുന്നു കോൺഗ്രസ് അവിടെ പോകരുതെന്നല്ല പറഞ്ഞത്, കോൺഗ്രസിന് തീരുമാനിക്കാം. അപ്പോൾ കാര്യങ്ങൾ കോൺഗ്രസിനെ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾ കോൺഗ്രസിനെ ഉറ്റുനോക്കുകയാണ്? ഹഷ്മി ആലോചിക്കൂ, ഇത് ന്യൂനപക്ഷത്തിൻ്റെ ആശങ്കയായിട്ട് കൊണ്ടുവന്നു. എന്തായിരുന്നു ആശങ്ക? BJP അധികാരത്തിൽ വരുന്നതിനെ തടയാൻ കോൺഗ്രസിനാകുമോ? ആകും. അത് എങ്ങനെയാകും? BJP കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയെ അതേപോലെ തിരിച്ചടിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം അത് അവരുടെ രാഷ്ട്രീയം ഒരു ജാതി രാഷ്ട്രീയം, അതുപോലെ ഹിന്ദുത്വ രാഷ്ട്രീയമൊക്കെ കൂടുതൽ അടങ്ങിയതാണ്. കോൺഗ്രസിൻ്റെ മതേതര രാഷ്ട്രീയമാണ്. ആ മതേതര രാഷ്ട്രീയം കാത്തു സൂക്ഷിക്കാൻ എന്ത് ചെയ്യണം? അതിനാ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ പൂജയുമായി ബന്ധപ്പെട്ട ചടങ്ങിനെ ഏത് രീതിയിൽ വീക്ഷിക്കണം? ഇതൊക്കെ കോൺഗ്രസ് ചിന്തിക്കുമ്പോഴാണ് 2 ദിവസം മുമ്പുള്ള അന്തരീക്ഷമല്ല ഇന്ന് കണ്ടത്. സമുദായ സംഘടനകളെല്ലാം കോൺഗ്രസിനെ പഴി പറയുന്നില്ല, കോൺഗ്രസ് ഇവിടെ പോകരുതെന്നല്ല പറയുന്നത്. BJPയുടെ രാഷ്ട്രീയ അജണ്ടയെ പൊളിക്കാനുള്ള തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കാൻ കോൺഗ്രസിനെ അവർ കോൺഗ്രസിന് സ്വാതന്ത്ര്യം അങ്ങനെ സമ്മർദ്ദമുക്തമാകുന്നെങ്കിൽ കോൺഗ്രസ് ഒരു നിലപാട് പ്രഖ്യാപിക്കലല്ലേ? ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ്. ഇത് നിലപാട് പ്രഖ്യാപിക്കാത്ത സമയത്ത് തന്നെ V മുരളീധരൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇഫ്താറിന് പോകും, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് പോയിക്കൂടാ, നിങ്ങൾക്ക് ലീഗിൽ ലയിച്ചുകൂടെ എന്നൊക്കെ നിലപാട് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ചോദ്യം വരുമ്പോൾ, കൂടുതൽ ചോദ്യങ്ങൾ ദേശീയ തലത്തിൽ അടക്കം ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ് അതിന് നിലപാട് പ്രഖ്യാപിച്ചുകൂടെ ധൈര്യത്തോടെ? ഒന്നുകിൽ ഞങ്ങൾ പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾ പോവില്ല എന്ന് പ്രഖ്യാപിച്ചുകൂടെ ശ്രീകുമാർ? നമ്മൾ ഇത് പറയുമ്പോൾ വേറൊരു കാര്യം ആലോചിക്കണം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പറയാറുണ്ട്, അവർക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം ഒരു ദേശീയ പാർട്ടിയാണ്. ഒരുപാട് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഘടകം ഉത്തരേന്ത്യൻ രാഷ്ട്രീയം വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ BJP എന്ന ഭരണവർഗ സംഘടന ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് ആലോചിക്കണമെങ്കിൽ കുറച്ച് സമയം വേണം ഹഷ്മി. 2 ദിവസം മുമ്പ് കോൺഗ്രസ് ഒരു വെട്ടൊന്ന് മുറി 2 എന്നുള്ള നിലപാടും പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷമാകുമായിരുന്നോ? വളരെ പക്വതയോടെ അഭിപ്രായങ്ങൾ പറഞ്ഞ മുസ്ലിം ന്യൂനപക്ഷ നേതാക്കളെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, കോൺഗ്രസ് പക്ഷപാതിയായ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രശംസിക്കുകയാണ്. സുപ്രഭാതം എന്ന പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എഴുതിയപ്പോൾ ആ എഡിറ്റോറിയൽ വൈകാരികത മൂലമുണ്ടായതാണെന്നും സമസ്തയുടെ പണ്ഡിത സദസ്സ് തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ പരിഹസിച്ചത് സമസ്തത ചോദിക്കുന്നു, സമസ്ത കണ്ണുരുട്ടുന്നു എന്നൊക്കെയല്ലേ? സമസ്ത ഇപ്പോഴത്തെ നിലപാടെന്താ പറഞ്ഞത്? അത് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരുടെ ന്യൂനപക്ഷത്തിൻ്റെ ഒരു താല്പര്യത്തിൻ്റെ ഭാഗമാണത്. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് കോൺഗ്രസിൻ്റെ നിലപാടിനെ ന്യൂനപക്ഷം അംഗീകരിക്കുന്നത്. പിന്നെ ഹഷ്മി ചോദിച്ച കാര്യം, കോൺഗ്രസിലെ നേതാക്കളുടെ ഈ മൃദു ഹിന്ദുത്വം എന്നുള്ള ഒരു വിശേഷണം ഒരിടത്തുമില്ല ഹഷ്മി. ഞാൻ എപ്പോഴും അതിനെ എതിർക്കുന്നതാണ്. കാരണം മൃദു ഹിന്ദുത്വമല്ല, ശരാശരി ഹിന്ദുവാണ് ഒരു കോൺഗ്രസ്സുകാരൻ. സുധീരൻ പറയുകയാണ് കയ്യോടെ നിരാകരിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വത്തെ കൊണ്ട് ഈ പറയുന്ന BJPയുടെ ഹാർഡ് കോർ ഹിന്ദുത്വത്തെ നമുക്ക് ചെറുക്കാൻ കഴിയില്ല എന്ന് സുധീരൻ പറയുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് ഈ പറഞ്ഞ മൃദു ഹിന്ദുത്വമാണ് എന്ന് പറയുകയല്ല. അല്ലാതെ CPM പ്രതി പറയുന്നതല്ല, അത് സുധീരൻ തന്നെ പറയുന്നതാണ്.
അല്ല, ഞാൻ പറഞ്ഞ കോൺഗ്രസ് നേതാക്കളെ 2-3 ദിവസമായി ഇന്നത്തെ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പ്രസ്താവനയൊന്നും പുറത്ത് പരസ്യ പ്രസ്താവനയല്ല. അത് നിങ്ങൾക്ക് കിട്ടിയത് ശരിയായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരസ്യ പ്രസ്താവന നടത്തി കോൺഗ്രസിൽ അസ്വസ്ഥത ഉണ്ടാക്കരുത് എന്ന് AICC നിർദ്ദേശിച്ചപ്പോൾ ആരും പരസ്യ പ്രസ്താവന നടത്തിയിട്ടില്ല. പാർട്ടിക്കുള്ളിൽ എന്തും പറയാം. പക്ഷെ ഞാൻ പറയുന്നത് പുറമേയുള്ളവർ CPM പറഞ്ഞ എന്താണ്? കോൺഗ്രസ് മൃദു ഹിന്ദുത്വം. അതല്ല, കോൺഗ്രസ്സുകാരൻ ശരാശരി ഹിന്ദുവാണ്. അത് കോൺഗ്രസ് നേതൃത്വത്തിന് കാണാതിരിക്കാൻ പറ്റില്ല. മതേതരത്വമാണ് കോൺഗ്രസിൻ്റെ ചിന്താഗതി.